अनमोल वचन अखिल भारतीय संत मत सत्संग के संस्थापक और गृहस्थ में आनंद योग के जनक परम संत महात्मा परम पूज्य श्री यशपाल जी महाराज अर्थात परम पूज्य भाई साहब जी द्वारा प्रतिपादित इन अनमोल वचनों का पालन करना अति आवश्यक है। ये वचन हमारी गृहस्थ आध्यात्मिक साधना के लिए मूलभूत सिद्धांत हैं, जो इस प्रकार हैं। हम दुनिया की हर चीज की कीमत आंकते हैं, अपने मानव जीवन की कीमत भी जाने व परमात्मा की प्राप्ति हेतु साधना करें। मनुष्य योनि एक उपहार है, इसीलिए परमात्मा को धन्यवाद देते हुए आधा घंटा प्रातःकाल, आधा घंटा सायंकाल पूजा अवश्य करें। सत्संग, सतनाम व सद्गुरु को प्राथमिकता देते हुए इसी के आधार पर ध्यान योगाभ्यास अवश्य करें व गृहस्थ के कार्यों को परमात्मा का कार्य समझकर उसी की याद में संपन्न करें। हर समय ये ध्यान रहे कि गुरु कृपा द्वारा परमात्मा की पवित्र सत्ता का हमारी आत्मा में वास है, अतः मन में निरंतर अपने इष्ट देव का जाप करें। मान सम्मान की इच्छा ना करें व अपमान से दुखी ना हो। परमात्मा के अतिरिक्त किसी और का भय ना करें। दूसरों की बुराई न करें, न सुने, सत्य व मधुर बोलें, अश्लील शब्द मुंह से ना निकालें, सभी से नम्रतापूर्ण व सुंदर व्यवहार करें। धर्म पत्नी के अतिरिक्त अपने से बड़ी से माता जैसा, बराबर की से बहन जैसा व छोटी से पुत्री जैसा व्यवहार करें। सांसारिक जीवन यापन की आवश्यकताएं अंतहीन है, इसलिए अधिक से अधिक समय सत्संग में व धन परोपकार में खर्च करें। याद रखें, न स्त्री माया है, न धन दौलत, न ही परिवार। माया वह है जो हृदय को परमात्मा से दूर हटा दे। अतः निरंतर सत्संग और सद्गुरु की शरण में रहने का प्रयास करें। भोजन अपने इष्ट को अर्पण कर प्रसाद रूप में परमात्मा की याद में करें। रात्रि में सोने से पहले अच्छे बुरे कार्यों का आत्मनिरीक्षण कर उसका समुचित पश्चाताप करते हुए ध्यान करें व प्रभु की गहरी याद में ही विश्राम करें। परमात्मा तू ही है, तेरी इच्छा पूर्ण हो। जय सद्गुरुदेव जय पद शरणम श्रेयस्वरूप चरणों शरणम जय सद्गुरु। വാസ്തവത്തിൽ നമ്മുടെ വ്യക്തിത്വം വളരെ സങ്കീർണമായതാണ്. നാം ഈ ശരീരം മാത്രമല്ല, നമുക്ക് 3 ശരീരങ്ങളുണ്ട്. നാം പുറമേ കാണുന്നത് സ്ഥൂല ശരീരമാണ്. കണ്ണ്, മൂക്ക്, കയ്യ്, കാല് എന്നിവ അടങ്ങിയത്. നമുക്ക് രണ്ടാമത് ഒരു ശരീരവും കൂടിയുണ്ട്. അത് മനസ്സും ബുദ്ധിയും ചിന്തയും അഹങ്കാരവും കൂടിയതാണ്. അതിനെ നാം സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നു. എന്തെങ്കിലും ചിന്തകൾ അടങ്ങിയ ജോലിയുണ്ടോ, അതെല്ലാം ഈ ശരീരമാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ശരീരമാണ് കാരണ ശരീരം. ആത്മാവ് ആത്മചോദനയും ആത്മാവ് ആത്മാവിലാണ്. അവിടെ ആത്മാവില്ലേ, ആ ശരീരം ഒന്നിനും കൊള്ളാത്തതായി.
ആരെ നാം ഇത്രയും സ്നേഹിക്കുന്നുവോ ആത്മാവ് പോയി ആ ശരീരം ഒന്നിനും കൊള്ളാത്തതായി. അതുകൊണ്ട് നിങ്ങൾ മറന്നിരിക്കുകയാണ്. നമുക്ക് 3 ശരീരമുണ്ട് എന്ന് നമ്മൾ ഈ സ്ഥൂല ശരീരം മാത്രമാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നോക്കുക, ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന്. എപ്പോൾ നാം ഉറങ്ങുന്നുവോ കണ്ണു നോക്കുന്ന ജോലി ചെയ്യുന്നില്ല, മൂക്ക് വാസനിക്കുന്ന ജോലി ചെയ്യുന്നില്ല, ചെവി കേൾക്കുന്ന ജോലി ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾ തിരിഞ്ഞു മറിയുന്നോ ഇല്ല. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ നിഷ്ക്രിയമായി, അവ തൻ്റെതായ കർമ്മങ്ങൾ ചെയ്യാതെയായി. ഇതിന്റെ പേരാണ് വിശ്രമം എന്നത്. ക്രിയാത്മകമായി ഇതാണ് സംഭവിക്കുന്നത്. എപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ നിഷ്ക്രിയമായോ അപ്പോൾ അതിന്റെ ആധാരമായ മനസ്സിൽ ലയിക്കുന്നു. ഇവയ്ക്ക് ശക്തി മനസ്സിൽ നിന്ന് ലഭിക്കുന്നു. ഭക്ഷണത്തിൽ നിന്നല്ല കിട്ടുന്നത്, പാലിൽ നിന്നല്ല കിട്ടുന്നത്, ഇഞ്ചക്ഷൻ കൊണ്ടും കിട്ടുന്നില്ല, മനസ്സിൽ നിന്നാണ് കിട്ടുന്നത്. ഇന്ദ്രിയങ്ങൾ മനസ്സുമായി ലയിച്ചു രാവിലെ ഉണരുമ്പോൾ വളരെ പ്രഫുല്ലിതമായി കാണുന്നു. ജോലി ചെയ്യുന്നതിനായി ശക്തി ഉള്ളിൽ ഉണ്ടാകുന്നു, വീര്യവും ഉണ്ടാകുന്നു. ഉറങ്ങിയില്ലെങ്കിലോ നാം പകൽ മുഴുവനും കോട്ടുവായ ഇട്ടും കൊണ്ടേയിരിക്കും, ഒരു ജോലിയും ശരിയാവുകയില്ല. അതുകൊണ്ട് ഉറക്കം വളരെ അത്യാവശ്യമായതാണ്. നാം മനസ്സിലാക്കി ഈ ശരീരത്തെ ഉറക്കുക, വിശ്രമം കൊടുക്കുക എന്നത് അത്യാവശ്യമാണ് എന്ന്. അതുപോലെ തന്നെയാണ് ഈ സൂക്ഷ്മ ശരീരവും. അതിനെ കൊണ്ടാണ് നാം ചിന്തിക്കുന്നത്, ജോലി ചെയ്യുന്നതും. ഇതിനും ഉറക്കം അത്യാവശ്യമാണ്. നമ്മുടെ ഋഷിമാരും മഹർഷിമാരും കാര്യത്തെ മനസ്സിലാക്കി അതുകൊണ്ട് പറഞ്ഞു, രാവിലെയും വൈകുന്നേരവും അരമണിക്കൂർ വീതം ഭഗവാന്റെ ആരാധന ചെയ്യുക, പൂജ ചെയ്യുക എന്ന്. പരമാത്മാവിനെ പൂജിക്കുന്നു എങ്കിൽ ഭഗവാനിൽ ചിത്തം ഏകാഗ്രമാകുന്നു. വിചാരശൂന്യതയുടെ അവസ്ഥ തന്നെത്താനേ ഉണ്ടാകുന്നു. മനസ്സ് വിചാരശൂന്യത്തിലായാൽ അത് നിഷ്ക്രിയമായി. എങ്ങനെ ഇന്ദ്രിയങ്ങളെ നിഷ്ക്രിയമാക്കിയോ അതേപോലെ മനസ്സിനെയും നിഷ്ക്രിയമാക്കുക. ഭഗവാനെ വിശ്വസിക്കുന്നോ ഇല്ലയോ ഒരു മാറ്റവുമില്ല. പക്ഷേ നമ്മൾ നമ്മളുടെ അസ്തിത്വത്തെ മാനിക്കേണ്ടതുണ്ടല്ലോ. നിങ്ങൾ ഉണ്ടല്ലോ, ഇതിനെ ശരിയായി വികസിപ്പിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. ഭഗവാൻ നമ്മുടെ പൂജയെ ഇച്ഛിക്കുന്നില്ല. നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം നമുക്ക് വേണ്ടിയാണ്. നമുക്ക് നമ്മുടെ ശരിയായ വികസനം ഇച്ഛിക്കുന്നു. ഏത് പ്രകാരത്തിൽ ശരീരത്തിന് വിശ്രമം കൊടുക്കുന്നുവോ അതേപോലെ മനസ്സിനും വിശ്രമം കൊടുക്കുക. ഈ പൂജ എന്നത് മനസ്സിന് വിശ്രമം കൊടുക്കലാണ്, മനസ്സിലെ ഒന്നിലേക്ക് ആക്കുകയാണ്. മനസ്സിന്റെ ജോലി ചിന്തിക്കുക എന്നതാണ്. അതിനെ ഒന്നിലേക്ക് ആക്കിയാൽ വിചാരശൂന്യത വന്ന് അതിന് വിശ്രമം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ സംബന്ധം നേരിട്ട് ആത്മാവിലോട്ടായി. ആത്മാവിലോ ആനന്ദവും ചൈതന്യവും മനസ്സിൽ വരുന്നു. അതിനുശേഷം നമ്മുടെ ശരീരം വളരെ കനം കുറഞ്ഞതും പുഷ്പം പോലെയും ആയി തോന്നും. എത്ര ആനന്ദവും ശാന്തിയുമാണ് കിട്ടുന്നത്! അത് അനുഭവിക്കേണ്ട വിഷയമാണ്. അതിനുശേഷം സുന്ദരമായ വിചാരങ്ങളാണ് വരുന്നത്. നമുക്ക് പരിഹരിക്കുവാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ദൂരീകരിക്കുന്നു. അങ്ങനെ ഉയർന്ന് ശക്തിയെ പ്രാപിക്കുന്നു. അപ്പോഴാണ് ശരിയായ മനുഷ്യന്റെ ഭാവന അല്ലെങ്കിൽ മനുഷ്യത്വം ഉണ്ടാകുന്നത്. തൻ്റെ ശരിയായ ജ്ഞാനം, ആത്മസാക്ഷാത്കാരം പ്രാപിക്കുവാൻ തുടങ്ങും. പതുക്കെ പതുക്കെ നിങ്ങൾ മനസ്സിലാക്കുവാൻ തുടങ്ങും നിങ്ങൾ എന്തെന്ന്. നമുക്ക് ഈ അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരിയായ രൂപത്തെ കാണുന്നു. നാം ഒന്നിൽ നിന്നും വേറെയല്ല എന്നും എല്ലാം നമ്മൾ തന്നെ എന്നും. എത്രയെല്ലാം ഉയർന്ന സന്തുക്കൾ ഉണ്ടായോ അവരുടെ എല്ലാം അന്തിമമായ നിഷ്കർഷം ഇതുതന്നെയാണ്. മഹാത്മാ തുളസീദാസ് പറഞ്ഞത്, ജഗത് ജീവ് ജത് സകൽ രാമമയജാൻ. ഈ ലോകത്തിലുള്ള ജഡവും ജീവനും ഉള്ള എല്ലാം തന്നെ രാമമയമായി കാണാൻ സുർദായജിക്ക് എല്ലാ ജന്തുക്കളിലും മൃഗങ്ങളിലും വൃക്ഷങ്ങളിലും ലതകളിലും ഭഗവാൻ കൃഷ്ണനെയാണ് കണ്ടിരുന്നത്. ക്രിസ്തുദേവൻ പറഞ്ഞത് തൻ്റെ അയൽക്കാരെ ആത്മതുല്യം സ്നേഹിക്കുക. ലവ് ദി നെയ്ബേഴ്സ് ആസ് ദെയർസെൽഫ്. പക്ഷെ നാം തന്നെയാണ് എല്ലാം എന്ന അനുഭവം ഉണ്ടാകാതെ ഇതൊന്നും അറിയുന്നില്ല. ഈ അനുഭവത്തിനായി പൂജ വളരെ അത്യന്താപേക്ഷിതമാണ്.
പൂജയുടെ ക്രിയാത്മകമായ രീതി നമ്മുടെ മഹർഷിമാർ പറഞ്ഞത് മനസ്സിലെ ഒന്നിലേക്കാക്കുക. അപ്പോൾ വിചാരശൂന്യത ഉണ്ടാകുന്നു. അല്ലാതെ വിചാരശൂന്യത കൈവരിക്കുവാൻ അസാധ്യമാണ്. പലരും ശൂന്യത്തിനെ ധ്യാനിക്കുവാൻ പരിശ്രമിക്കാറുണ്ട്. വളരെ കഠിനമാണ്. മനസ്സ് എപ്പോൾ വിചാരശൂന്യമാകുമോ അപ്പോൾ അതിൻ്റെ സംബന്ധം നേരെ ആത്മാവിലോട്ടാകുന്നു. സുന്ദരമായ ഭാവനകൾ ഉദിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇച്ഛിക്കുന്ന ഈ സംസാരത്തിൽ എത്ര ആളുകളുണ്ടോ എല്ലാവരും ആനന്ദത്തോടെയും സുഖത്തോടെയും ജീവിക്കട്ടെ. ദുഃഖം ഈ സംസാരത്തിൽ നിന്നും ഇല്ലാതാകേണ്ടതാവട്ടെ. മറ്റുള്ളവർക്ക് സേവനമനുഷ്ഠിക്കുന്നതിനായി തൻ്റെ ജീവനെ തന്നെ സമർപ്പിക്കുന്നു. സയൻസും ടെക്നോളജിയും വളരെയധികം പുരോഗമിച്ചു. ചന്ദ്രനിൽ നാം എത്തിച്ചേർന്നു. അവിടുത്തെ മണ്ണ് കൊണ്ടുവന്ന് ടിവിയിൽ അത് കാണുകയും ചെയ്തു. ഈ ഉന്നതിയുടെ എല്ലാം പിന്നിൽ നാം നമ്മുടെ മനസ്സിന് വിശ്രമം കൊടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നാം ഋഷികൾ പറഞ്ഞ മാർഗത്തിൽ ചലിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളെല്ലാം തന്നെ മൃഗീയമായിരിക്കുകയാണ്. മനുഷ്യത്വം, മനുഷ്യഗുണങ്ങൾ ഒന്നും തന്നെ നമ്മളുടെ ഉള്ളിലില്ല. വളരെ കുറച്ച് ആളുകളിൽ മാത്രമാണ് മനുഷ്യഗുണങ്ങളെ കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എന്തായി? എല്ലാ രാഷ്ട്രങ്ങളും യുദ്ധസാമഗ്രികൾ ഉണ്ടാക്കുകയാണ്. വലിയ വലിയ സാമഗ്രികൾ, ആറ്റം ബോംബ്, മിസൈൽസ്, വിഷവാതകങ്ങൾ. എന്താ ഇല്ലാത്തത്? ഒന്നിനു മേലെ ഒന്ന് ഭയങ്കരമായ സാമഗ്രികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? മനുഷ്യന്റെ ശത്രുക്കൾ ആരാണ്? ഈ സിംഹമോ പുലിയോ? മനുഷ്യമാത്രത്തിന്റെ ശത്രു ആരാണ്? ഈ സിംഹമോ പുലിയോ? അവയ്ക്ക് തോക്ക് മതിയാകും. ഇതിൻ്റെ എല്ലാം ആവശ്യം എന്താണ്? മിസൈലുകളുടെ ആവശ്യം എന്താണ്? മിസൈലുകളുടെ ആവശ്യമുണ്ടോ? അണുവായുധങ്ങളുടെ എന്താണ് ആവശ്യം? ഇതെല്ലാം മനുഷ്യനെ കൊല്ലാൻ വേണ്ടി മാത്രമല്ലേ? തൻ്റെ റേസിനെ മനുഷ്യരാശി തന്നെ ഇല്ലാതാക്കുവാനായി സ്വയം തന്നെ തന്നെ കൊല്ലുന്നതിനല്ലേ? ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നാൽ നാം അത്രമാത്രം ഭയങ്കരമായ യുദ്ധസാമഗ്രികൾ ഉണ്ടാക്കിക്കഴിഞ്ഞു. ആരെങ്കിലും തെറ്റായി തന്നെ തുടങ്ങിയാൽ, അണുവായുധ യുദ്ധം തുടങ്ങിയാൽ, ഈ ഉണ്ടാക്കിയ സാമഗ്രികൾ മുഴുവനും കഴിയണമെങ്കിൽ തോന്നുന്നത് ഈ മനുഷ്യരാശിക്ക് 40 വട്ടം ജനിക്കേണ്ടി വരും. സർവനാശമാണ് സംഭവിക്കുക. ഇത്രയും ഭയങ്കരമായ യുദ്ധസാമഗ്രികളാണ് നാം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തിന്? ഇതിന് എത്ര പണമാണ് നാം ചെലവാക്കിയത്? എന്നാൽ ഈ പണം ഒന്നിച്ചാക്കി ഈ ലോകത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിച്ചു എങ്കിൽ ഇന്ന് ഈ ലോകത്തിന്റെ ചിത്രം തന്നെ മാറുമായിരുന്നു. ഈ പൃഥ്വി സ്വർഗമാകുമായിരുന്നു. ഒരാളും ജോലിയില്ലാതെയോ വീടില്ലാതെയോ ഇരിക്കുമായിരുന്നില്ല. അത്രയും സുന്ദരമായ വാതാവരണം ഉണ്ടാകുമായിരുന്നു. പരമാത്മാവ് ഈ പൃഥ്വിയെ സ്വർഗമായി സൃഷ്ടിച്ചു. എത്രയെല്ലാം ആസനാസ് ആകാശത്തേക്ക് പറന്നുവോ? പറയുകയാണ്, ഏറ്റവും സുന്ദരമായ ഗ്രഹം പൃഥ്വിയാണ്. ഇത്രയും സുന്ദരമായ ഗ്രഹം വേറെ ഇല്ല. ഭഗവാൻ സ്വർഗമായി സൃഷ്ടിച്ച, പക്ഷേ മനുഷ്യൻ തൻ്റെ ചീത്തയും കൊണ്ട്, നീചമായ പ്രവൃത്തി കൊണ്ട് ഇതിനെ നരകത്തിനേക്കാളും ചീത്തയാക്കിയിരിക്കുകയാണ്. യുദ്ധം എപ്പോഴാണ് ഉത്ഭവിക്കുക? ഐൻസ്റ്റൈനെ വളരെ സുന്ദരമായാണ് എഴുതിയിരിക്കുന്നത്. ആരുടെ കഴിവിലാണോ നാം ചന്ദ്രനിൽ അല്ലെങ്കിൽ മറ്റു ദിക്കുകളിൽ എത്തിച്ചേർന്നത്? ഐ ഡോണ്ട് നോ ഹൗ തേർഡ് വേൾഡ് വാർ വിൽ ബി fought, but I definitely that ഈ fourth world war will be fought. It would be fought only with sticks and stones. എനിക്കറിയില്ല മൂന്നാമത്തെ ലോകമഹായുദ്ധം എങ്ങനെയാണ് ഉണ്ടാവുക എന്ന്. പക്ഷെ പൂർണ്ണമായും എനിക്കറിയാം, 4ാമത്തെ മഹായുദ്ധം ഉണ്ടായി എങ്കിൽ അത് വടികളെ കൊണ്ടും കല്ലുകളെ കൊണ്ടും മാത്രമാകും. വളരെ യാഥാർത്ഥ്യമാണ് എഴുതിയത്. ഒരിക്കൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ തെറ്റായിട്ടായാലും എല്ലാം കഴിയും. ലോകത്തിന്റെ വളരെ ചീത്ത സമയമാണ്. പക്ഷേ എല്ലാവരും തൻ്റെ അഹങ്കാരത്തിൽ നിർവൃതനാണ്. ഞാൻ വലുത്, എൻ്റെ രാഷ്ട്രം വലുത്. പക്ഷേ യഥാർത്ഥമായ മനുഷ്യഗുണങ്ങൾ ഇല്ല. ഇതിനുള്ള കാരണം നാം ഋഷിമാരും മഹർഷിമാരും പറഞ്ഞു തന്ന മാർഗത്തെ മറക്കുകയാണ്.
നാം എന്താണ് അറിഞ്ഞത്? ഭഗവാൻ നമ്മുടെ പൂജയെ ഇച്ഛിക്കുന്നില്ല. നമ്മുടെ സ്വന്തം വികസനത്തിനും മനുഷ്യരാശിയുടെ നന്മയ്ക്ക്, ലോക നന്മയ്ക്കായി ഈ പൂജ വളരെ അത്യാവശ്യമായതാണ്. എപ്പോൾ മനസ്സിന് ഉറക്കം വരുന്നുവോ അപ്പോൾ ആത്മാവിനും ഉറക്കം വരുന്നു. ജബ് ദിൽ കോ നീന്ത് ആ ജാത്തി ഹൈ ഓർ रुकती हाफिन तो है, तब मैं ही अकेला होता हूँ और यार की महफिल होती हो. അർത്ഥം, എപ്പോൾ മനസ്സുറങ്ങുന്നുവോ ആത്മാവും ഉറങ്ങുന്നുവോ അപ്പോൾ പരമാത്മാവിന്റെ ദിവ്യദർശനം ഉണ്ടാകുന്നു. അപ്പോഴാണ് ശരിയായ ജ്ഞാനം പ്രാപിക്കുന്നത്. അതുകൊണ്ട് പൂജ വളരെ ആവശ്യമാണ്. നാം നമ്മുടെ യഥാർത്ഥ വികസനം ഇച്ഛിക്കുന്നു എങ്കിൽ, തൻ്റെ മനുഷ്യരാശിയുടെ നന്മ ഇച്ഛിക്കുന്നു എങ്കിൽ പൂജ വളരെ അത്യാവശ്യമായതാണ്. നിങ്ങളുടെ മനസ്സിന് വിശ്രമം കൊടുക്കുക തന്നെ വേണം. നമ്മുടെ ഋഷിമുനികൾ തൻ്റെ അനുഭവം കൊണ്ടാണ് ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് നിഷ്കർഷ ചൂണ്ടിക്കാണിച്ചത് എല്ലാ മനുഷ്യർക്കും അരമണിക്കൂർ രാവിലെയും അരമണിക്കൂർ വൈകുന്നേരവും സന്ധ്യാവന്ദനം, ധ്യാനം തീർച്ചയായും ചെയ്യേണ്ടതാണ്. ഈശ്വരൻ ഉണ്ടോ? ആ ഡോക്ടറുടെ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഇതായിരുന്നു. ആരാണ് ഈശ്വരനെ കണ്ടിട്ടുള്ളത്? നമുക്കറിയില്ല ഈശ്വരൻ ഉണ്ടോ എന്ന് തന്നെ. ആരാണ് ഈശ്വരനെ കണ്ടിട്ടുള്ളത്? അനാദികാലം മുതലേ ഋഷികളും മഹർഷികളും യോഗിവര്യന്മാരും ഈശ്വരന്റെ കീർത്തിയെ അതുല്യമായി പ്രകീർത്തിച്ചിട്ടുണ്ട്. വേദങ്ങളിൽ ഈശ്വരന്റെ കീർത്തി നിറഞ്ഞിരിക്കുകയാണ്. പ്രവാചകർ മനുഷ്യരെ സത്പഥത്തിലൂടെ കൊണ്ടുപോകുവാനും പ്രഭുവിനെ ദർശിക്കുവാനും ശ്രമിച്ചിട്ടുണ്ട്. ലോകത്തിലെ എല്ലാ സത്മഹാജനങ്ങളും മഹാത്മാക്കളും ഭക്തന്മാരും ഈശ്വരനെ കണ്ടു എന്നു മാത്രമല്ല, അവരുടെ വ്യക്തിത്വം പ്രഭുവിൽ ലയിപ്പിച്ചിട്ടും ഉണ്ട്. ഈ ഋഷിമാരും മഹാത്മാക്കളും യോഗിവര്യന്മാരും ഈ ലോകത്തിൻ്റെയും തൻ്റെയും എല്ലാം ത്യജിച്ച് തൻ്റെ മുഴുവൻ ജീവിതവും തപസ്സിനായും അശ്രാന്ത പരിശ്രമത്താലും ഈശ്വരനെ ദർശിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ അവർ തീർച്ചയായും പ്രഖ്യാപിക്കുമായിരുന്നു, നോക്കൂ, നിങ്ങൾ ജീവിതം മുഴുവനും നഷ്ടമാക്കി. ഞങ്ങൾക്ക് യാതൊരു വക ദർശനവും കിട്ടിയിട്ടില്ല. ഞങ്ങൾ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു, നിങ്ങളുടെ ജീവിതം അനാവശ്യമായി ഉദ്യമിച്ച് പാഴാക്കാതെ ഇരിക്കുക. പക്ഷേ അങ്ങനെയല്ല. എല്ലാവരും ഗുരുനാനാക് ദേവ് ജി മഹാരാജ്, സന്ത് കബീർ, തുളസീദാസ്, സൂർദാസ്, തുക്കാറാം, മീര, യോഗിവര്യന്മാരായ സത്ജ്ഞാനേശ്വർ ഈശ്വരനെ കണ്ട് ദർശിച്ചു എന്ന് മാത്രമല്ല, അവർ സ്വർണലിപികളിൽ ഈശ്വരന്റെ കീർത്തിയെപ്പറ്റി വർണ്ണിച്ചിട്ടുമുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ശ്രീരാമകൃഷ്ണ പരമഹംസജി മഹാരാജ് ഈശ്വരനെ ദർശിച്ചു എന്നു മാത്രമല്ല, കാളിയെ തൻ്റെ കണ്ണുകളെ കൊണ്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം സ്വാമി വിവേകാനന്ദനെ കൂടി ദർശനം കൊടുപ്പിച്ചു. 20-ാം നൂറ്റാണ്ടിൽ പരംസന്ത് മഹാത്മാ രാമചന്ദ്രജി മഹാരാജ്, എൻ്റെ ഗുരുവിൻ്റെ ഗുരു, ഒരു ജിജ്ഞാസുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. അദ്ദേഹത്തിന് ഈശ്വര ദർശനം ഉണ്ടാവുകയും കാണുകയും ചെയ്തു. ക്രിയാത്മകമായി തന്നെ ചില യഥാർത്ഥ സാധകരെ ആത്മസാക്ഷാത്കാരവും സത്യത്തെയും ദർശിപ്പിച്ചു. എൻ്റെ ഗുരുനാഥൻ പരംസന്ത് മഹാത്മാ ശ്രീ ബ്രജ്മോഹൻലാൽജി മഹാരാജാണ് അതിലൊരാൾ. അദ്ദേഹം കാണിച്ചു തന്ന ആധ്യാത്മിക മാർഗം പോലെ ആളുകളെയും ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു എന്ന് മാത്രമല്ല, പല ഹൃദയങ്ങളെയും പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ആ ആധ്യാത്മിക പ്രകാശത്തെ നിരന്തരമായി ജ്വലിപ്പിച്ച് അതിൻ്റെ പരിമളത്തെയും സൗരഭ്യത്തെയും ലോകത്തിൻ്റെ എല്ലാ ദിശകളിലും എത്തിക്കുകയാണ്. പരമാത്മാ അങ്ങാകുന്നു. അങ്ങയുടെ ഇച്ഛ പൂർണ്ണമാകട്ടെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് റെസ്റ്റ് കൊടുക്കണം. നമ്മുടെ ഋഷിമുനിമാർ അവരുടെ അനുഭവം കൊണ്ട് ഈ കാര്യം മനസ്സിലാക്കി. അവർ മനുഷ്യന് രാവിലെയും സന്ധ്യയ്ക്കും അരമണിക്കൂർ വീതം വന്ദനയും ധ്യാനവും ആവശ്യമാണെന്ന് തറപ്പിച്ചു പറഞ്ഞു. പൂജ എങ്ങനെ ചെയ്യാം? നിങ്ങൾ ഗൃഹസ്ഥനായിരുന്നാലും സന്യാസിയായിരുന്നാലും ആരായിരുന്നാലും അരമണിക്കൂർ രാവിലെ പുലർച്ചയിലും അരമണിക്കൂർ വൈകിട്ട് സന്ധ്യാസമയത്തും
വന്ദനം ആവശ്യമാണ് എന്ന് നമ്മുടെ മഹർഷിമാർ പറഞ്ഞിട്ടുണ്ട്. ഈ 2 സമയമാണ് നമ്മുടെ മഹർഷിമാർ നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് 99% ആൾക്കാരും പരമാത്മാവിനെ വിശ്വസിക്കുന്നവരാണ്, ഈശ്വരനെ വിശ്വസിക്കുന്നവരാണ്. അവരുടെ വിധിപ്രകാരം ഈശ്വരനെ പൂജിക്കുന്നവരുമാണ്. കുറേ പേർ അരമണിക്കൂറിൽ കൂടുതൽ ഇത് ചെയ്യുന്നുണ്ട്. അവരോട് നമ്മൾ ഈ പൂജ കൊണ്ട് എന്ത് ലാഭമാണ് എന്ന് ചോദിച്ചാൽ 2-3 കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് അവരും പിന്നെ മൗനരാകും. ഒന്നാമത്തേത്, ഈശ്വരൻ്റെ നാമം ജപിക്കുന്നത് നല്ല കാര്യമാണ്. നമ്മുടെ വീട്ടിൽ പൂജാമുറിയോ പൂജാസ്ഥാനമോ ഉണ്ട്. നമ്മുടെ വല്യപ്പന്മാർ, അപ്പൂപ്പന്മാർ പൂജ ചെയ്യാറുണ്ട്. നമ്മുടെ അച്ഛനമ്മമാരും പൂജ ചെയ്യാറുണ്ട്. നമ്മൾ പൂജ ചെയ്യുന്നു. നമ്മളെ കണ്ട് നമ്മുടെ കുട്ടികളും പൂജ ചെയ്യുന്നുണ്ട്. ഈശ്വര വിശ്വാസികളുമാണ്. ഇത് നല്ല കാര്യമല്ലേ? ഇതിനേക്കാളും കൂടുതൽ വേറെ എന്ത് വേണം? ഇതുകൊണ്ട് ആന്തരികമായി എന്തെങ്കിലും ലാഭമുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചാൽ വളരെ ചുരുക്കം പേരെ അങ്ങനെ ഒന്നുണ്ടായി എന്ന് പറയുകയുള്ളൂ. അപ്പോൾ ഈ സദ്ഗുരുക്കൾ ഇതിന് ഒരു വഴി പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ പൂജ ചെയ്താൽ നിങ്ങൾക്ക് വിശേഷിച്ച ലാഭം കിട്ടും. അവരൊരു പൊതുവായ രീതി പറഞ്ഞു തന്നു. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, എല്ലാ മതസ്ഥർക്കും ചെയ്യാം, ഏത് ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളായാലും ചെയ്യാം. അവരവരുടെ മതത്തിൻ്റെ മാർഗത്തിലൂടെ ചെയ്യാവുന്ന കാര്യമാണ് ഇവർ പറഞ്ഞു തന്നിരിക്കുന്നത്. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ലോകത്തിലെ ഏത് മതക്കാരായാലും 2 തരക്കാരാണുള്ളത്. ഒന്ന് രൂപത്തെ പൂജിക്കുന്നവർ, പിന്നെ രൂപമില്ലാത്ത നിരാകാരായ ദൈവത്തെ പൂജിക്കുന്നവർ. ഇത് പണ്ടുകാലം മുതലേ ഉള്ളതാണ്, പുതിയ കാര്യമൊന്നുമല്ല. ഇവർക്ക് തമ്മിൽ വഴക്കുകളും വാഗ്വാദങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതൊക്കെ ആയിരുന്നാലും ഈ 2 തരക്കാരും ഇന്നും നിലനിൽക്കുന്നു. ഇന്ന് നമുക്ക് രൂപത്തെ പൂജിക്കുന്നവരും നിരാകാരരുമായ ഭഗവാനെ പൂജിക്കുന്നവരും കാണും. അത് എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ചിലർക്ക് മുഖത്തിനോടോ രൂപത്തിനോടോ സ്നേഹമുണ്ടാകും. പിന്നെ കുറച്ച് പേർക്ക് രൂപത്തിനോട് സ്നേഹം ഉണ്ടാകാത്തവരുമുണ്ട്. ध्यान योग के कार्यक्रम आनंद योग से निशुल्क जुड़ने के लिए संपर्क करें 9810239677।